ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു വേൾഡ് തുടങ്ങാൻ പോവാം. ഒരു സർവൈവൽ സീരീസ് തുടങ്ങാൻ പോവാം. അപ്പോൾ നമ്മൾ വേൾഡിന് പേരൊക്കെ ഇട്ടിട്ടാ ഷോപ്പുണ്ട്. അപ്പോൾ നമ്മൾ വേൾഡിൻ്റെ പേര് മൈ ഹോം എന്നാട്ടാ. ഈ ഒരു വേൾഡിൽ നമുക്ക് പരമാവധി ഉണ്ടാക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി വെക്കാം. ഇതിൽ തന്നെ നമുക്ക് ഓരോരോ ഫാമും അതിൻ്റെയൊക്കെ ട്യൂട്ടോറിയലും ഞാൻ തന്നെ കാണിച്ചു തരാം. പിന്നെ നമ്മതേ വീട്ടിൽ ലോഡാണ്. ഇപ്പം നമ്മുടെ ഫസ്റ്റത്തെ ഫിഷൻ എന്താന്ന് വെച്ചാൽ കുറച്ച് മരം വെട്ട, ഒരു ബെഡ് ഉണ്ടാക്കുക, രാത്രി സർവൈവ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഞാൻ അതിന് മുമ്പ് തന്നെ നമുക്ക് ആർമർ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മതേ 4 ബ്ലോക്ക് മരം വെട്ടിയുണ്ട് കേട്ടോ. അപ്പം ഇവിടെ മത്തങ്ങ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം തന്നെ അടുത്ത് തന്നെ ഒരു വില്ലേജ് ഉണ്ടെന്നാ. നിങ്ങൾ മത്തങ്ങ കണ്ടപ്പോൾ മനസ്സിലാക്കിക്കോ അടുത്തൊരു വില്ലേജ് ഉണ്ട്. നമുക്ക് ഫസ്റ്റ് തന്നെ പിക്കാച്ച് എടുക്കാം. പിക്കാച്ച് മതി ഫസ്റ്റ് തന്നെ. എന്നിട്ട് ഇനിയും ഒരു കല്ല് വെട്ടണം. ഫസ്റ്റ് പശുവിനെ ഒന്ന് നമുക്ക് വേണ്ടത് ആടിനെ കണ്ട കൊക്കയൊക്കെ ചാടിയാട്ട കണ്ടേ. ഡ്രീമിന് പോലും പറ്റൂല ഇങ്ങനെയൊക്കെ. പിന്നെയും നമുക്കെന്താ കല്ല് കാണണം. പിന്നെ ആട് കല്ല് കെട്ടിട്ട നമുക്ക് കല്ല് വെട്ടിപ്പിടിച്ചായി. ആടിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടില്ലെന്നാ? ഞാൻ കേട്ടട്ടാ. നമുക്കിത് കല്ല് വെട്ടിക്കഴിഞ്ഞിട്ട് നേരെ ആടിനെ പിടിക്കാൻ പോവാം. ഒരു 30 കല്ല്. 8, 14, 22, 32. നമുക്കൊരു സ്റ്റാക്ക് കല്ല് വെട്ടാം. അപ്പോൾ ഒരു 51 എണ്ണമായപ്പോഴേക്ക് എനിക്കും എടുത്ത്. അപ്പം ഞാൻ ഇത്രയും കല്ല് മതി. ഞാൻ നമുക്കിത് നമ്മുടെ മരം മൊത്തം തീർന്നു നട്ടോ. അങ്ങനെ പിന്നെ പുതിയ മരം വെട്ടേണ്ട വരും. തിരിക്കട്ടെ. ഇതൊക്കെ എന്ത് എനിക്ക് അടുത്ത് തന്നെ ഒരു സോംബിയുടെ സൗണ്ട് കൊണ്ടിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ അടിയിൽ നിന്നായിരിക്കും. ആ കാണുന്ന കേവിൻ്റെ അടിയിൽ നിന്ന്. തൽക്കാലം നമുക്ക് അതിനൊന്നും ഡിസ്റ്റർബ് ചെയ്യാൻ പോകണ്ടതേ. നമുക്ക് പശുവിനെ ആടിനൊക്കെ കൊന്ന് വിശപ്പ് മാറ്റാനുള്ളത് നോക്കാം ഫസ്റ്റ് തന്നെ. ഇനി നമുക്ക് ആടിനെ കണ്ടുപിടിക്കണം. കുറച്ച് മരം കൂടി വെട്ടിയേക്കാം. ഒരു മരത്തിൻ്റെ ആവശ്യം നമുക്ക് കുറേ ഉണ്ട്. നമുക്ക് ഒരു ശവലുണ്ടാക്കാം. അല്ലെങ്കിൽ ടെമ്പററി ബ്ലോക്ക്സ് കിട്ടൂല. ഞാൻ അത്രയും വേണ്ട, തൽക്കാലത്തേക്ക് ഇരിക്കട്ടെ. എന്തെങ്കിലും ആവശ്യം വന്നാലോ.
തൽക്കാലം 33 ഡേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൽ ചാടി ഒന്ന് കുളിച്ചേക്കാം, മേലൊക്കെ ഒന്ന് വൃത്തിയാവട്ടെ. നമുക്ക് ഇത്രയും നേരമായിട്ട് ഒരു ആടിനെ കിട്ടിയില്ലല്ലോ. നമുക്ക് ആടിനെ കണ്ടുപിടിക്കാൻ പോട്ടാ. ഓക്കെ, ഇതാണ് ഇവിടെ മഷ്റൂം ഡാർക്ക് ഫുഡ് ഈ ഫുഡ് ആവശ്യം വരുന്നവർക്ക് ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് തൊട്ട് ആവശ്യമായ കാര്യം ബിൽഡൊക്കെ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഫുഡ് അടിപൊളിയാണ്. നമ്മ എത്ര നോക്കിയിട്ട് ആടിനെ കാണലാട്ടാ, കോഴിയൊക്കെ ഉണ്ട്. നമ്മൊരു 3 കില്ലെടുത്തണ്ടട്ടാ. എന്നോടാ കളി, തൊടാനും കൂടി സമ്മതിച്ചില്ല. ഈ ബയോമ് എനിക്കിത് ഈ സാധനം കാണുമ്പോ എന്തോ ഒരു ശവക്കുടീരം കൂട്ടുന്നു. പക്ഷെ അതെന്താ സംഭവം, എന്തിനാ വെച്ചേക്കണേന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. അത് കണ്ട, എനിക്ക് ഈ പഴയകാലത്ത് എന്തെങ്കിലും ടോപ്പ് കൂട്ടാണ് ഇവർ ഉദ്ദേശിച്ചെങ്കിൽ അതായിരിക്കാം. എന്തായാലും കണ്ടിട്ട് ഒരു നല്ലൊരു എന്താ പറയാ ഒരു സ്ട്രക്ചർ കിട്ടും, നല്ലൊരു സ്ട്രക്ചർ കിട്ടും. ഇന്നലെ ഇതിൻ്റെ ഇടയിൽ കുറേ ഞാൻ പണ്ടിങ്ങനെ കുഴിച്ചു നോക്കിയിട്ടുണ്ട് ചെറുപ്പത്തിൽ, ഇതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി, വല്ല സീക്രട്ട് ബേസാ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ കുഴിച്ചു നോക്കി. പക്ഷെ ഒന്നും കിട്ടിയില്ല. തൽക്കാലത്തേക്ക് ഇപ്പം നമുക്ക് ഇത് കഴിക്കാൻ ഫുഡ് ചൂടാക്കാം. ആകെ ഒരു ബീഫിന് വേണ്ടി കേട്ടോ നമ്മളിങ്ങനെ കത്തിച്ചേ. ഇത്രയും നേരമായിട്ടൊരു ആടിനെ പോലും കണ്ടില്ല. നമുക്ക് നൈറ്റ് ആണേലും ഒരു 3 ആടിനെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമ്മ സോംബിയുടെ കടി കൊണ്ട് ചാവും. പിന്നെ ചത്തൊന്നും കൊടുക്കൂല നമുക്ക്, പക്ഷെ സേഫായിട്ട് പോകണമെങ്കിൽ ബെഡ് വേണം. കുറേ നേരം ഓടിക്കഴിഞ്ഞപ്പോഴേക്ക് ശീലിച്ചുകൊണ്ട് വെള്ളത്തിൽ ചാടി ഒന്നുകൂടി ഒന്ന് നീന്തി കുളിച്ചിട്ടാ നമുക്കിതേ പിന്നെയും ആടിനെ കണ്ടുപിടിക്കാൻ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ വേർ ഈസ് മൈ ഗോഡ്, ആടിനെ കണ്ടുപിടിക്കാൻ ഇത്രയും പാടാ. കുറുക്കനെ കണ്ട്, കുറുക്കനെ ടൈം ചെയ്ത് അതിൻ്റെ കുഞ്ഞിനെ ഫ്രണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര യൂസാണ്. ആകുമ്പോ കോഴീനെ കണ്ടെന്നാ, കളർഫുൾ കോഴി കാണുന്ന എല്ലാ മോബ്സിനെയും കൊല്ലാം. അപ്പൊ അടുത്ത ഫോണാവണത് വല്ല എന്റെ ദൈവം, ഇതെന്താ ഒരു ആടിനെ പോലും ഇത്ര നേരമായിട്ട് കാണാത്തെ. ഭാഗ്യത്തിന് എനിക്ക് എന്താ തോന്നുന്നു ഈ അപ്ഡേറ്റ് കഴിഞ്ഞപ്പോ ഇങ്ങനെ വെറുതെ ഓടി ഹങ്കർ തീരള്ളാന്നാട്ടാ. അല്ലെങ്കിൽ ബീഫ് തിന്നോണ്ടാണോ ആയിരിക്കാം. ഒന്നുമില്ല. ഇത്രയും നേരമായിട്ട് നമ്മ കള്ളൻ. നമുക്ക് അടുത്തതിനെ കണ്ടുപിടിക്കാം.
ഇപ്പൊ ഒറ്റൊരു ഷേപ്പിനെ കിട്ടിയിട്ടുണ്ട്. ഇതെടുക്കാം, നമുക്ക് ഡൈ ഉണ്ടാക്കേണ്ട ആവശ്യം വരും. അപ്പൊ ഇരുട്ടായി തുടങ്ങണ്ടട്ടാ. വേഗം വേറെ 2 കൂടി കണ്ടുപിടിച്ച കോടി. ഇങ്ങനെ പാർക്കറ് ഇതുമാതിരി മരത്തിന്റെ ഒക്കത്തൊക്കെ അവിടെ ചാടി കളിക്കാൻ ഭയങ്കര ഇഷ്ടം. ഒരു പശുവിന്റെ സൗണ്ട് കിട്ടുന്നില്ല. പശുവിനെ കാണണം. വശത്തുനിന്നാന്നോണെ. അതേ കണ്ട. ആടെന്തേന്നാ ഇത്രയും നേരിട്ട് ഒരു ആടില്ലാത്ത വേണ്ട. ഇതെനിക്ക് മനഃപൂർവ്വം ആടിനെ കൊണ്ടുവരാത്തതെന്നാണ്. എന്നെ കൊല്ലണമെന്നുള്ളത് ഇവിടെ ഒരു ഉദ്ദേശം ഒന്നാണ്. സ്പൈഡർ. നമുക്ക് സ്പൈഡറിനെ വെച്ച് തൽക്കാലത്തേക്ക് ചീലർ ചേച്ച് വേറെ വയ്ക്കാം. നമുക്കൊന്നൊരു പണി ചെയ്യാം. എന്തായാലും ആടിനെ കാണില്ല. നമുക്കൊരു വില്ലേജ് ഫൈൻഡ് ചെയ്യാം. അതെ, തണ്ണിമത്തങ്ങയൊക്കെ കണ്ട് വില്ലേജും കൂടി കണ്ടാൽ മതി. ഒന്നും പറ്റില്ല. ഇപ്പൊ നമ്മൾ റെൻഡർ ഡിസ്റ്റൻസ് ഒക്കെ ഇച്ചിരി കൂട്ടിയിട്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വില്ലേജ് കണ്ടുപിടിക്കാന്നുള്ളൂ. ജസ്റ്റ് ആ സ്കെൽറ്റൻ അമ്പൂട്ടതും തെളിച്ചത് കൊണ്ട് ഡാമേജ് അധികം കിട്ടിയില്ല. അപ്പൊ എവിടെ നോക്കിയാലും നല്ലതേ സ്വർണം പൂശിയാ പോകാട്ടോ തന്നെ. നമ്മതേ ഐസ്ലാൻഡ് എത്തിണ്ട്. അതേടാ അമ്പൂട്ടാ കൊല്ലാൻ നോക്കണോടാ. എന്തായാലും വിശന്ന് പറയുന്നുണ്ട്. നമ്മുടെ ചുറ്റും അസ്ഥിക്കൂടം കൊണ്ട് നിറഞ്ഞേക്കാട്ടാ. 1 2 3. എന്തായാലും കഴിച്ചിട്ടുള്ളൂ ഇനി ബാക്കി കാര്യം. വിശന്ന വയറായിട്ടൊന്നും ആലോചിക്കരുതെന്ന് പറയാം. നമ്മൾ വയറടച്ചിട്ട് ബാക്കി തീരുമാനിക്കാം. നമുക്കിപ്പോ വില്ലേജ് കണ്ടുപിടിക്കാം. ഞാനെന്തിനാ ഇതൊക്കെ വെറുതെ വെച്ചാണ്. എടാ അറ്റൊക്കെ ഉണ്ടോ? അത്രേ ഉള്ളൂ നീയൊക്കെ. അയ്യോ, അമ്മാരെന്നെ വെറുതെ വിടുന്നു തോന്നള്ളട്ടാ. എന്തായാലും നമുക്ക് ഒറ്റ വഴിയുള്ളൂ. ചെല്ല കുത്തിപ്പൊളിക്ക ഓട. കുത്തിപ്പൊളിക്ക ഓട. അത്ര നിസ്സാരം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇഗ്ലൂ കാണുന്നത്.
ഇഗ്ലു ഇങ്ങനെ കാണണമെന്നല്ല കണ്ടുപിടിക്കണത്. കാര്യം ഇതിൻ്റെ അടിയിൽ ഒരു വില്ലേജർ കാണുന്ന നാട്ടിൽ സാധാരണ എന്താ പറയുക, കണ്ട ഞാനിങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ വന്നേക്കണത്. വീഡിയോ തന്നെ അല്ല. ഇവിടുന്ന് നമുക്ക് സോംബി വില്ലേജർ ഉണ്ടാവും. ഇവനെ നമ്മൾ ക്യൂർ ചെയ്യണം. അല്ലാതെ ഇവനെ ക്യൂർ ചെയ്യണം. ഡിസ്കൗണ്ട് വരും. ഒരു പണിയാ, നമുക്ക് വില്ലേജൊക്കെ എന്തിനാ, ഇവിടുന്ന് തന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. വീക്ക്നെസ് പേഴ്സൺ ഗോൾഡൻ ആപ്പിൾ ഉണ്ടാവില്ല. പിന്നെ നമുക്കെല്ലാം അറിയാം. ഞാനല്ലേ ഇത് നേരത്തെ വെച്ചേ കേട്ടാ. ഓശം കൈപ്പിടിക്കുക, ഗോൾഡൻ ആപ്പിളും കൈപ്പിടിക്കാം. മോനെ അലമ്പുണ്ടാക്കല്ലേ. ഇനി കുറച്ചേരം മൂടിക്കിടക്ക്, ആരെയും കാണാണ്ട് മൂടിക്കിടന്നട്ടെ. ഇവനെന്താണ് നമുക്ക് ബെഡ് കിട്ടിയ സ്ഥിതിക്ക് ഇനി എന്തിനീ വൂളൊക്കെ. ആവശ്യമില്ലാത്തൊക്കെ കളയുക, ആവശ്യമുള്ളതൊക്കെ അങ്ങ് പെറുക്കി വെക്കാം. അതിന് ആവശ്യമുള്ള എന്താ, ശവലൊക്കെ മാറ്റാൻ. എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കുറേയൊക്കെ. നല്ല ഇരിക്കട്ടെ. ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് ആവശ്യമുള്ള കിട്ടേണ്ടത്. എന്തായാലും ഒന്ന് മേലോട്ട് വെക്കാം. സ്കെൽറ്റൻ സ്പോൺ ചെയ്തണ്ട അല്ലേ? ഞാനും വിചാരിച്ചു. ഇനി എന്തായാലും ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം, നമുക്ക് ആവശ്യം വരും. പിന്നെ ഇത് ഞാൻ വെച്ച ബ്ലോക്കല്ലേ. അപ്പോൾ നമുക്കൊരു വില്ലേജ് കണ്ടുപിടിക്കാം. ഒരു വില്ലേജിലത്തെ ഫുഡൊക്കെ അടിപൊളി വന്നിട്ടേക്കണേ. അല്ലെങ്കിൽ ആർമർ, നമ്മൾ ഫുള്ള് ആർമർ സെറ്റ് ചെയ്തുള്ളല്ലോ. ആർമർ സെറ്റ് ചെയ്യാം. അതെ പറഞ്ഞു തീരാലത്. അടുത്ത് തന്നെ വില്ലേജ് ഉണ്ട് കേട്ടോ. അയ്യോ കുത്താൻ വേണ്ടോടാ. എന്നോടാ കളി. ആടാ ആടാ ഇരിപ്പ്. പാവത്തിനെ കൊന്നപ്പോ മീൻ കൊന്നിട്ടാ. അപ്പൊ നമ്മതേ വില്ലേജ് കണ്ടുപിടിച്ച്. ഇനിയിപ്പോ നമുക്ക് വേണ്ടത് ഫ്രീ ആയിട്ട് അയം കിട്ടണ സെറ്റപ്പാട്ടൊരു. എന്തിനാ പില്ലർ ചെയ്തത്? എത്രള്ളാരാ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് ഇതുണ്ടാക്കാം. ഡയമണ്ട് കണ്ടുപിടിക്കാം. അത് നല്ലത്.
ആർമറാണോല്ലോ നമുക്ക് ഈ ഒരു എപ്പിസോഡില് എന്താ വില്ലേജ് കണ്ടുപിടിച്ചല്ലോ. നമുക്ക് ആർമറും കൂടി കണ്ടുപിടിക്കാം. ഫുൾ ആർമറും കൂടി സെറ്റാക്കിയിട്ട് നിർത്താം. ഈ ഒരു ഇതും കൂടി വില്ലേജ് ആവശ്യം വരും. അതാകുമ്പോൾ നമുക്ക് ആ വില്ലേജ് എവിടെയെന്ന് നമുക്ക് സ്ക്രീൻഷോട്ട് നോക്കിയാൽ മതിയല്ലോ. അതേ കിടക്കണ്ടായേ. നമുക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഗുഹയുടെ അകത്തോട്ട് പോവാം. അപ്പം അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ആർമറൊക്കെ ഒന്ന് വെച്ച് നോക്കണ്ടേ. കിറ്റായി മൊത്തം ഇതാക്കാം, ഹെൽപ്പ് ചെയ്യാം. നമുക്കൊരു ചെസ്റ്റ് പ്ലേറ്റ് തന്നെ ഫസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. പെട്ടെന്നായുണ്ട്. രാവിലെ വേണം കാര്യം, നമുക്ക് ഫിൻഡാൻസിയിൽ ഉണ്ടാക്കാൻ ആവശ്യം വരും. ഓക്കെ, സെറ്റ്. ആ വെള്ളമാണ്. പിന്നെ നമുക്ക് അയം കണ്ടുപിടിക്കാം. അപ്പോൾ ചെയ്യേണ്ടതെന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി ഇങ്ങനെ നിരത്തി വയ്ക്കുക. എന്നിട്ട് ഇതിനകത്ത് വയ്ക്കുക. മരമില്ല, ഇതിനകത്ത് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുക. ഞാൻ കുറച്ച് മരം ഒരു ഡ്രൗണ്ട് സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. ട്രൈഡൻ്റ് ഉണ്ടെങ്കിൽ ഇല്ല, ആവശ്യമില്ലാത്ത കൊള്ളാത്ത അവിടെ. അപ്പം നമ്മൾ എന്തിനാ മരം വെട്ടണമെന്ന് വെച്ചാൽ നമുക്ക് ടോർച്ച് ഉണ്ടാക്കാനാട്ടോ. കേവി പോവാനുള്ള നമ്മ എന്താ അയൺ മൈൻഡ് ചെയ്യാൻ വേണ്ടി കേവി പോണ്. നമുക്ക് കുറേ ടോർച്ചിൻ്റെ ആവശ്യമുണ്ട്. അതിനു വേണ്ടി ഈ മരം വെട്ടി ചാർക്കോളാക്കും. ചാർക്കോൾ നേരെ ടോർച്ചാക്കും. അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന സംഭവം തന്നെ, എന്നാലും ഈ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു കാണിച്ചു തരാം. അതെ, നമ്മൾ മരം മെൽറ്റ് ചെയ്തില്ലേ, അത് ചാർക്കോളായുണ്ട്.
അത് ഇരട്ടി തുടങ്ങിയിട്ടാ. മരം നടണമെന്നല്ല പൊടി മരം നട്ടു വെച്ചേക്കാം. വരട്ടെ. എന്തായാലും നമുക്ക് കിടക്കാൻ ടൈമായി. കിട്ടുക. അത്രേ കിട്ടിയിട്ടോ. അത് പണി ചെയ്യാം. ഇതിലുള്ളത് മൊത്തം ടോർച്ചാക്കാം. 18 മരം വെട്ടി ബോറടിക്കണ്ടട്ടാ. അത് ഈ കത്തിച്ച് കിടത്തണോന്ന് മനസ്സ് പറയണ്ട്. പക്ഷെ കിടത്തണ്ടാന്ന് അതങ്ങ് ആവട്ടെ എന്നും വിചാരിക്കും. പിന്നെ നമുക്കൊരു കേവ് കണ്ടുപിടിക്കാം. പിന്നെ മൈൻക്രാഫ്റ്റില് കേവ് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. എവിടെ നോക്കിയാലും കുഴിയാണ്. നമുക്ക് ചുമ്മാ ഇവിടെ ഏതെങ്കിലും കുഴി വീഴുക, അവിടെ കുത്തിപ്പൊളിക്കാം. ഇപ്പൊ തന്നെ കാണാം. തോന്നണേ മൗണ്ടെയിൻ ഏരിയ തോന്നണേ. അപ്പൊ ഇവിടെ വെറുതെ ഇത് കാണും. എമറാൾഡും ഗോൾഡും ഗോൾഡല്ല കോളും അയണും. അതെ, എമറാൾഡ് ഇതേ സൈഡിൽ കണ്ടട്ടാ. ഇഷ്ടം പോലെ കോളും ഇട്ട് ഇവിടുന്ന്. ചുമ്മാ കുറെ മരം കത്തിച്ച്. പക്ഷേ നമുക്ക് വില്ലേജിന് ട്രേഡ് ചെയ്യാൻ വയ്ക്കാം. ബ്ലാക്ക് സ്മിത്തിന് കൊടുക്കുകയാണെങ്കിൽ അയണിന്റെ ഡയമണ്ടിന്റെ എക്യുപ്മെന്റ്സ് കിട്ടും. തീരള്ളല്ലേ ഇത്. ആ നമ്മതേ എമറാൾഡ് എടുക്കാം. എമറാൾഡിന് വേണ്ടിട്ട് അയൺ വേണം. അപ്പൊ കയ്യില് അയണിന്റെ പിക്കാച്ച് ഇല്ലാത്തതുകൊണ്ട് പൊട്ടിക്കാൻ നിക്കള്ള. ഇവിടെ തന്നെ അയൺ കാണും. പണി ഒറ്റ ഇതും മതി. അതെ, ഫുൾ കോപ്പട്ട ആർമറാക്കാം. വെപ്പൺസും കോപ്പർ തന്നെ ആക്കാം. പോയി കുറച്ച് കരിയിലെടുക്കാം. വെറുതെ മരം വേസ്റ്റ് ആക്കണം. വാങ്ങിച്ചിട്ട്
ഇതിനകത്ത് നമുക്ക് ബീഫ് വെക്കാം. ഇനി നമുക്കൊരു ഷീൽഡും കൂടി ഉണ്ടാക്കാം. കോപ്പറിന്റെ ആർമർ ഫുള്ളാക്കി കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ നിർത്താം. അപ്പോൾ നമ്മുടെ കോപ്പറിന്റെ ഷീൽഡ് ഉണ്ടാക്കാം ഫസ്റ്റ്. ഓ മരമില്ലാല. എന്തായാലും ഒരു ആവശ്യം നേരത്തെ നിന്നും കാണും. ഇതേ ഷീൽഡ് ഉണ്ടാക്കാം. നമ്മൾ ഷീൽഡ് ഇട്ടുണ്ട്. ചിക്കനും കൂടി വെക്കാം. നമ്മ പാൻ്റ് ഉണ്ടാക്കി. നമുക്ക് എന്താ ഉണ്ടാക്കുക? സോറി, ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കി. ഇനിയും പാൻറ്റും ഹെൽമെറ്റും. ഷൂ, പാൻറ്, പിന്നെയും പാൻ ഉണ്ടാക്കി. ഷൂ ആൻഡ് ഹെൽമെറ്റ്. ഷൂ, സോഡ് വേണ്ടേ? സോഡില്ല. സോഡ്, പിക്കാക്സ്. ഈ പിക്കാക്സ് വെച്ചത് കുണിയാൻ നോക്കാട്ടാ. അയം വേണം. അതോ കോപ്പറി വെച്ചിട്ട് പൊട്ടിപ്പോയി. വെറുതെ നമ്മുടെ എമറാൾഡ് നഷ്ടപ്പെടുത്തിയിട്ടാ. കാര്യമില്ല. നമുക്ക് ഇഷ്ടംപോലെ കിട്ടാൻ പോണ ബ്ലോക്കാക്കി എമറാൾഡ് കൊണ്ട് ഓർത്ത് നമുക്ക് റിഗ്രറ്റ് വേണ്ട. ഇനിയും നമ്മുടെ ആർമോടെ ഫുള്ളി വേണ്ടട്ടാ. പിന്നെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.